ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukke, Punalur. Contact 98465 04688 70250 നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ LDF വൻ നേട്ടമുണ്ടാക്കിയതായി അഡ്വക്കേറ്റ് K. രാജു MLA ലൈവ് വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് MLA പ്രതികരിച്ചത്. കരവിരുതിൽ വിസ്മയം തീർത്തു കുരുന്നുകൾ. കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിലാണ് കുരുന്നുകൾ വിസ്മയം തീർത്തത്. തെന്മല പഞ്ചായത്തിൽ UDFും BJPയും വോട്ടുമറിച്ചതായി UDF റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട R. സുമേഷ്. ഇതുമൂലമാണ് പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടപ്പെട്ടതെന്നും സുമേഷ്. വാർത്തകൾ വിശദമായി.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ LDF വൻ നേട്ടമുണ്ടാക്കിയതായി അഡ്വക്കേറ്റ് കെ രാജു MLA ലൈവ് വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് MLA ഇങ്ങനെ പ്രതികരിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ മേഖലയിൽ CPI മികച്ച നേട്ടമുണ്ടാക്കിയതായി പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ മേഖലയിൽ CPI വൻ നേട്ടമാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ലോക്കൽ ബോഡീസിൻ്റെ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ച് നോക്കുമ്പോൾ CPIക്ക് വിജയിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെയധികം സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 19-ാം തീയതി പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷമായിരിക്കും ഭരിക്കാൻ പോകുന്നു. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ CPIയുടെ മുഴുവൻ സീറ്റും നിലനിർത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 11 സീറ്റിലാണ് മത്സരിച്ചത്, 6 സീറ്റിലാണ് വിജയിച്ചത്. ഇപ്രാവശ്യം 11 സീറ്റിൽ മത്സരിച്ചു, 6 സീറ്റിൽ വിജയിച്ചു. തെന്മല പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം CPIക്ക് ഭരണം നഷ്ടപ്പെട്ട പഞ്ചായത്തായിരുന്നു. LDFന് CPIക്കും ഭരണം നഷ്ടപ്പെട്ട പഞ്ചായത്തായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ CPIയും CPIയും കൂടെ ചേർന്ന് LDF കേവല ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ്. ഏറ്റവും അങ്ങേയറ്റത്തുള്ള കിഴക്കറ്റത്തുള്ള പഞ്ചായത്ത് ആര്യങ്കാവ് പഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് CPIക്ക് ലഭിച്ച ഒരു സീറ്റ് മാത്രം കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങേണ്ടി വന്നു. ഇപ്പോൾ LDF ആ പഞ്ചായത്തിൻ്റെ ഭരണം വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വെച്ചു. 13 സീറ്റ് മൊത്തമുള്ളെങ്കിൽ 10 സീറ്റും LDF. കരവാളൂർ പഞ്ചായത്തിലും LDFന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നില മെച്ചപ്പെടുത്താനും ഭരണം ഉറപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന അഞ്ചൽ ഏരൂർ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം LDF ആണ് വിജയിച്ചത്. ഈ പ്രാവശ്യം സീറ്റ് നില മെച്ചപ്പെടുത്തിക്കൊണ്ട് LDF വീണ്ടും ഏരൂർ പഞ്ചായത്തിൽ ഭരണത്തിൽ വന്നിരിക്കുക. അടുത്തത് ഇടമളയ്ക്കൽ നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ പഞ്ചായത്താണ് ഇടമളയ്ക്കൽ. ആ ഇടമളയ്ക്കലിൽ CPIക്ക് ഇപ്പോൾ 7 സീറ്റും CPMന് 7 സീറ്റും അങ്ങനെ 14 സീറ്റ് നേടി വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ മുന്നണി ഇടമളയ്ക്കൽ പഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിൽ വന്ന് ഇന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് CPI വളരെയധികം സീറ്റുകളിൽ വിജയിച്ചു. പുനലൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും LDF ഭരണം നിലനിർത്തി. LDF ഭരണനിർവഹണത്തിൽ എത്തും. പുനലൂർ നഗരസഭയിൽ CPI കഴിഞ്ഞ വർഷത്തെ സീറ്റ് നിലനിർത്തി. തെന്മല പഞ്ചായത്തിൽ LDF കേവല ഭൂരിപക്ഷം നിലനിർത്തി. ആര്യങ്കാവിൽ കഴിഞ്ഞ വർഷം LDFന് CPIക്ക് ലഭിച്ച ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം LDF വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിച്ചു. കരവാളൂർ പഞ്ചായത്തിൽ LDF ഭരണം ഉറപ്പിച്ചു. അഞ്ചൽ ഏരൂർ പഞ്ചായത്ത് ഭരണവും LDF ഉറപ്പിച്ചു. ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ CPIയും CPMും 7 പേരെ വീതം വിജയിപ്പിച്ച് 14 സീറ്റുമായി മൃഗീയ ഭൂരിപക്ഷത്തിലാണ്. കുളത്തൂപ്പുഴയിലും സ്ഥിതി മറിച്ചല്ല. മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് ഏറ്റവും കൂടുതൽ വിജയമുണ്ടാക്കാൻ സാധിച്ചത് പ്രവർത്തകരുടെ ഒത്തൊരുമയാണെന്നും MLA കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ക്യാൻസർ രോഗത്തെ തോൽപ്പിച്ച് റഷീജ മാൾ പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമാകുന്നു. അംഗത്തിൽ വിജയിച്ചത് ഇത് 2ാം തവണ. ഇത് പുന്നല സ്വദേശിനിയായ റഷീജ മാൾ സാമൂഹ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനവും ജീവിതവൃതമാക്കിയ പൊതുപ്രവർത്തക. 2010 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുന്നല കണിയാമ്പടിക്കൽ വാർഡിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. 2010 സ്ത്രീ സംവരണ വാർഡായ കണിയാമ്പടിക്കൽ നിന്ന് വിജയിച്ച റഷീജ മാൾ 2015 ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കണിയാമ്പടിക്കൽ വാർഡിൽ നിന്ന് ജനറൽ സീറ്റിൽ പുരുഷന്മാരായ സ്ഥാനാർത്ഥികളോട് മത്സരിച്ച് വീണ്ടും ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പുന്നല ഷെരീഫ് മൻസിലിൽ കർഷകനായ ഷെരീഫിന്റെ ഭാര്യയാണ് റഷീജ മാൾ. 2 പെൺമക്കളുടെ മാതാവുമാണ്. ജില്ലാ പഞ്ചായത്ത് മുതൽ ഗ്രാമപഞ്ചായത്ത് വരെ സ്ത്രീ സംവരണത്തിന്റെ പേരിൽ സ്ഥാനാർത്ഥികളാകുന്നവരാണ് വനിതാ സ്ഥാനാർത്ഥികളിൽ ഏറെയും. ഭൂരിപക്ഷം പേർക്കും പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യമോ പരിചയമോ ചരിത്രമോ ഉണ്ടാകാറില്ല. റഷീജ മാളിനെ അറിയാവുന്നവർ അങ്ങനെ പറയില്ല. കാരണം
ഇവർ വ്യത്യസ്ത മേഖലയിൽ സാമൂഹ്യ സേവനം നടത്തി പാർലമെന്ററി രംഗത്ത് വളർന്നു വന്നവരാണ്. കഴിഞ്ഞ 5 വർഷം ഞാൻ കണിയാമ്പടിക്കൽ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ സേവനവും അവർക്ക് നൽകിയ സ്നേഹവും തിരിച്ച് എനിക്ക് അതേപടി 270ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞു. തുടർന്നും എൻ്റെ പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടി കൂടുതൽ ചെയ്യുവാനും ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് എത്തിക്കുവാനും പരമാവധി ഞാൻ ശ്രമിക്കും. തുടർന്ന് RCC ചെക്കപ്പിന് പോകുന്നുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാക്ഷരതാ പ്രവർത്തകയായാണ് തുടക്കം. ഏനാത്ത് മണ്ണടി സ്വദേശിനിയായ റഷീജ 30 വർഷങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് ഷെരീഫിന്റെ ജീവിത സഖിയായി പുന്നലയിലെത്തുന്നത്. 20 വർഷമായി മലയോര മേഖലയിൽ സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക രംഗത്ത് സജീവമാണ്. LDF സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബി സാക്ഷരതാ പ്രവർത്തനത്തിന്റെ മികവിന് സംസ്ഥാന ബഹുമതി നൽകി ആദരിച്ചിരുന്നു. വിവിധ കാലഘട്ടങ്ങളിലായി ഒട്ടനവധി പുരസ്കാരങ്ങൾ സാക്ഷരതാ പ്രേരക കൂടിയായ റഷീജ മാളിനെ തേടിയെത്തിയിട്ടുണ്ട്. പുന്നലയിൽ 10 വർഷമായി സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കായി ഇവരുടെ നേതൃത്വത്തിൽ ഒരു തുടർ വിദ്യാകേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട്. 100 കണക്കിന് പഠിതാക്കളെ ഇതിനോടകം 10ാം തരം തുല്യതാ പരീക്ഷ എഴുതി വിജയിപ്പിക്കുവാൻ ഈ വനിതയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഗ്രാമസാമാജിക കൂടിയായ റഷീജ മാൾ സ്വന്തം വാർഡിൽ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ പകരം വെക്കാൻ കഴിയാത്തതാണ്. പൊതുപ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ മനോവിഷമമുള്ള ഒരാളാണ് ഞാൻ. നാട്ടിലിറങ്ങിയാൽ എനിക്ക് ഒരു ആരോഗ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ ഒരു 2 ദിവസം അവധി ഉള്ളപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത പോലെ. ഇറങ്ങിപ്പോയാൽ എനിക്ക് വളരെ സന്തോഷവും ശരീരത്തിനൊരു ഊർജ്ജവും ഒക്കെ ഉണ്ട്. പൊതുപ്രവർത്തന രംഗത്തും പാർലമെന്ററി രംഗത്തും കടന്നുവരുന്ന നവാഗതർക്ക് ഈ മഹത് വനിതയെ മാതൃകയാക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പനരി വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച റഷീദിന്റെ നിലപാട് നിർണായകം. റഷീദ് കേരള കോൺഗ്രസ് ബിയുടെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും സൂചനയുണ്ട്. തനിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങളുമായി കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് റഷീദ് പറഞ്ഞു. എനിക്ക് മണ്ഡലത്തിൽ വരെ സീറ്റ് പ്രഖ്യാപിച്ചിട്ട് തക്ക സമയപ്പോൾ സീറ്റ് മാറ്റുകയായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ പിന്തുണയോടെയാണ് ഞാൻ നിന്ന് മത്സരിച്ചത്. ജനങ്ങളാണ് വിജയിപ്പിച്ചത്. ഇപ്പോൾ വന്നിട്ടുള്ള സാഹചര്യം വെച്ചാൽ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഭരിക്കണമെങ്കിൽ ഞാൻ വേണമെന്ന ഒരു കണ്ടീഷനിലാണ്. അപ്പം അതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജനങ്ങൾ തരുന്ന തീരുമാനം, അവരെന്ത് തീരുമാനിക്കും അതേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇപ്പം നിരവധി ഓഫറുകൾ വന്നു കഴിഞ്ഞു. വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ, അങ്ങനെ അത് കൂടാതെ നിരവധി ഓഫറുകൾ വന്നു കഴിഞ്ഞു. എനിക്ക് ഇടതുപക്ഷം തന്നു, വലതുപക്ഷം തന്നു. കാരണം രണ്ടുപേരും എനിക്ക് ഓഫറുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓഫറുകളൊന്നും സ്വീകരിക്കുന്നു. എൻ്റെ നാടിൻ്റെ വികസനമാണ്. അത് എൻ്റെ ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കാൻ പറയുന്നു ആ പറയുന്നവരോട് ഞാൻ ഇന്ന് എൻ്റെ നാട് 5 വർഷം ഏത് രീതിയിൽ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനപ്പുറം ഞാൻ പ്രയത്നിക്കും. അത് ചെയ്യും. അത് ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കും, എൻ്റെ നാടിന് കാട്ടിക്കൊടുക്കും. എന്നാൽ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ റഷീദ് തയ്യാറായില്ല. നിലവിൽ 21 വാർഡുകളുള്ള പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ LDFന് 10 സീറ്റും UDFന് 8ഉം BJPക്ക് 2 സീറ്റും ഒരു സ്വതന്ത്രനുമാണുള്ളത്. റഷീദ് കേരള കോൺഗ്രസ് ബിയുടെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുതിർന്ന അംഗമായ H. അബ്ദുൾ ഖാദറാണ് മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വ്യാഴാഴ്ച രാവിലെ 10:30 ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയത്. റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ തെന്മല ഡാം KIP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന അംഗമായ H. അബ്ദുൾ ഖാദറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു.
ആര്യങ്കാവ് 10ാം വാർഡ് നെടുമ്പാറയിൽ നിന്നും വിജയിച്ച LDF സ്ഥാനാർത്ഥിയാണ് H. അബ്ദുൽ ഖാദർ. തുടർന്ന് അദ്ദേഹം മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. 1-2 വാർഡുകളുടെ ക്രമത്തിൽ 13 വാർഡുകളുടെയും ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആര്യങ്കാവ് പഞ്ചായത്തിൽ 10 LDF സ്ഥാനാർത്ഥികളും 2 UDF സ്ഥാനാർത്ഥികളും 1 സ്വതന്ത്രയുമാണ് വിജയിച്ചത്. ഇതുകൂടാതെ ഇത്തവണ 13 അംഗങ്ങളിൽ 9 പേരും പുതുമുഖങ്ങളാണ്. ഒപ്പം തമിഴ് വംശജരായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഭരണസമിതിയിലുള്ളത് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകതയാണ്. H. അബ്ദുൽ ഖാദർ, സണ്ണി ജോസഫ്, R. പ്രദീപ് തുടങ്ങിയവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത പ്രമുഖർ. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി ആര്യങ്കാവിലെ CPIയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ നെടുമ്പാറ TC നരിയാരത്തിന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. ആര്യങ്കാവ് പഞ്ചായത്തിലെ ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖനായ CPI നേതാവുമായിരുന്നു TC നരിയാരത്ത്. കഴിഞ്ഞ 5 വർഷക്കാലം കോൺഗ്രസ് ഭരണത്തിൽ പൊറുതിമുട്ടിയാണ് ജനം ഇടതുപക്ഷത്തേക്ക് വന്നതെന്ന് നിയുക്ത ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് H. അബ്ദുൽ ഖാദർ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ നമ്മളെപ്പോലുള്ള ധാരാളം സഖാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കഷ്ടപ്പാടുകളും അനുഭവിച്ചവരാണ്. അതിന്റെ ഒരു പരിശ്രമ ഫലമായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ UDF ഗവൺമെന്റിനും UDF പഞ്ചായത്ത് ഭരണസമിതിക്കുമെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയാണ് നമ്മൾ ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ള LDF 10 സീറ്റുകൾ നേടിയെടുത്തത്. പുഷ്പാർച്ചന ചടങ്ങിൽ നിയുക്ത പഞ്ചായത്ത് അംഗങ്ങളെ കൂടാതെ CPI നേതാക്കളായ KG ജോയ്, മാരിയപ്പൻ തേവർ, നവമണി, PB അനിമോൻ, SA സ്റ്റീഫൻ, I. മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഏനാദിമംഗലം പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി LDFൽ തർക്കം. സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവാദങ്ങൾ UDFനും തലവേദനയാവുകയാണ്. 15 അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ LDFന് 8ഉം UDFന് 5ഉം BJPക്ക് 2ഉം സീറ്റുകളാണുള്ളത്. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് കുന്നിട 11, 12 വാർഡുകളാണ് BJP പിടിച്ചെടുത്തത്. കോൺഗ്രസിന്റെ അധീനതയിലായിരുന്ന വാർഡുകളായിരുന്നു ഇത്. BJP പിടിച്ചെടുത്ത കുന്നിട 11ാം വാർഡിൽ BJPയുടെ പ്രജീഷ് 11 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPM സ്ഥാനാർത്ഥിയായ ഗോപാലകൃഷ്ണനെ പരാജയപ്പെടുത്തിയത്. കുന്നിട പടിഞ്ഞാറ് 12ാം വാർഡിൽ BJPയിലെ അജിത് വിജയിച്ചത് 14 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഇവിടെ CPM സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നിലവിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അരുൺ രാജ് മാരൂർ തെക്ക് പത്തനാപുരം അതിർത്തി വാർഡിൽ നിന്നും വിജയിച്ചത് കേവലം 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു. അരുൺ രാജിന് 282 വോട്ടും LDFലെ CPI പ്രതിനിധി അനീഷ് സക്കറിയയ്ക്ക് 281 വോട്ടുമാണ് ലഭിച്ചത്. UDFന് വിശേഷിച്ചും കോൺഗ്രസിന് ഇക്കുറി ഏനാദിമംഗലത്ത് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായതിന് വേറെയും കാരണമുണ്ടായതായി പറയപ്പെടുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജോ വിളനിലം അടക്കമുള്ള പ്രമുഖരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വെട്ടിനിരത്തിയത് വൻ തിരിച്ചടിക്ക് കാരണമായതായി രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സീറ്റ് ലഭിക്കാതിരുന്നതാണ് ഏനാദിമംഗലത്തെ UDF സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണമായതെന്നും ഇവിടെ അഭിപ്രായമുണ്ട്. കോൺഗ്രസ് മണ്ഡലം നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ ജിജോ വിളനിലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നതായാണ് അറിയുന്നത്. ഏനാദിമംഗലത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിടുന്നവരെ അനുനയിപ്പിക്കുന്നതിനോ പാർട്ടിക്കൊപ്പം പിടിച്ചു നിർത്തുന്നതിനോ ഒരു ശ്രമവും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. എന്തുതന്നെയായാലും ഏനാദിമംഗലത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസിലും CPMലും വ്യത്യസ്ത വിഷയങ്ങളിൽ കലാപം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവിടെ വനിതാ പ്രാതിനിധ്യമാണ് ഉള്ളത്. 4 വനിതകൾ ഇവിടെ CPM പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഈ 4 പേരും പാർട്ടിയിൽ പ്രവർത്തന പരിചയമില്ലാത്തവരും രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തവരുമാണ്. ഇവരിൽ ആരെ പ്രസിഡന്റാക്കും എന്ന കാര്യത്തിലാണ് CPMനുള്ളിൽ ഇവിടെ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. 6ാം വാർഡിൽ നിന്നും വിജയിച്ച B. ദീപയോ 8ാം വാർഡിൽ നിന്ന് വിജയിച്ച ഷീജ സുധാകരനോ പ്രസിഡന്റ് ആകാനാണ് സാധ്യത. വ്യത്യസ്ത വിഷയങ്ങളിൽ UDFലും LDFലും ഏനാദിമംഗലത്ത് പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്,
പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 9947697697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. പുനലൂരിൽ വിവിധ സ്കൂളുകളിലായി സംഘടിപ്പിച്ച കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള അഡ്വക്കേറ്റ് കെ രാജു MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞു പ്രതിഭകളുടെ കരവിരുതിൽ തീർത്ത ശില്പങ്ങളും മോഡലുകളും ശ്രദ്ധേയമായി. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം നിർവഹിച്ചു. തലത്തിലുള്ള ഈ മേള ഇവിടെ ഭംഗിയായി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സംഘാടക സമിതി മറ്റ് ബന്ധപ്പെട്ടവർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിമിതികളേറെ ഉള്ള ഒരു പട്ടണമാണ് പട്ടണം. പുതിയ ഭരണസമിതി സൂചിപ്പിച്ചതുപോലെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ പുതിയ ഭരണസമിതി വരുന്നതേ ഉള്ളൂ. ആ പോരായ്മകളെല്ലാം ഒരുപക്ഷെ ഇതിന്റെ മൊത്തമായിട്ടുള്ള നടത്തിപ്പിൽ ഇവിടെ പ്രതിഫലിച്ചു വരാം. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ S. സത്യൻ അധ്യക്ഷത വഹിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് ഡയറക്ടർ S. ഷീബ, കൊട്ടാരക്കര ഡയറ്റ് പ്രിൻസിപ്പാൾ CK രാജഗോപാലൻ നായർ, പുനലൂർ DEO K. ആനന്ദകുമാർ, മുനിസിപ്പൽ സെക്രട്ടറി AS നൈസം, പുനലൂർ AEO R. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വർക്കിംഗ് മോഡൽ ഇനത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പ്രോജക്ടുകൾ ഏറെ പ്രശംസ നേടി. കളിമണ്ണിൽ തീർത്ത വിവിധ രൂപങ്ങളും തുണികളിൽ നടത്തിയ പെയിന്റിങ്ങുകളും ഹൃദ്യമായി. കുഞ്ഞു പ്രതിഭകളുടെ കരവിരുതിൽ തീർത്ത ശില്പങ്ങളും തടികൊണ്ടുണ്ടാക്കിയ വിവിധ രൂപങ്ങളും ശ്രദ്ധേയമായി. സ്റ്റിൽ മോഡൽ ഇനത്തിൽ പ്രദർശിപ്പിച്ച വിവിധ പ്രോജക്ടുകളും കാണികളുടെ മനം കവർന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പുനലൂർ YMCA നേതൃത്വത്തിൽ കിഡ്നി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലർ MA രാജഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ YMCAയുടെയും മുത്തൂറ്റ് ജോർജ് ഫൗണ്ടേഷന്റെയും ജനമൈത്രി പോലീസ് വയോജന സംരക്ഷണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി കിഡ്നി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ KT തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് നഗരസഭാ കൌൺസിലർ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ SI TS ശിവപ്രകാശ്, വയോജന സംരക്ഷണ സമിതി പ്രസിഡന്റ് N ജനാർദ്ദനൻ, CRO S ശശിധരൻ, മുത്തൂറ്റ് മാനേജർ TK രാജൻ, ജനമൈത്രി സമിതി മെമ്പർ ഐക്കര ബാബു, വയോജന സംരക്ഷണ സമിതി സെക്രട്ടറി TE ചെറിയാൻ, വിഷ്ണുദേവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം കൊല്ലം അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S ചിത്ര ഉദ്ഘാടനം ചെയ്തു. കലാകായിക രംഗങ്ങളിലും പഠന രംഗത്തും സ്കൂൾ വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം പട്ടുറുമാൽ ഫെയിം പർവീൻ ഫാത്തിമ നിർവഹിച്ചു. സ്കൂൾ കലോത്സവം കൊല്ലം അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S ചിത്ര IAS ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ A നൌഷാദ്, ഹെഡ് മാസ്റ്റർ J സുരേഷ്, ആർട്സ് ക്ലബ് സെക്രട്ടറി ആദർശ്, പ്രോഗ്രാം കൺവീനർ K രവീന്ദ്രൻ പിള്ള എന്നിവർ സംസാരിച്ചു. +2 SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള പുരസ്കാരം ചിത്ര IAS വിതരണം ചെയ്തു. 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലാകായിക രംഗങ്ങളിലും പഠന രംഗത്തും ഏറെ മുന്നിലാണ്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ സബ് ജില്ലാ തലത്തിൽ ശാസ്ത്ര വിഭാഗത്തിൽ ഹൈസ്കൂൾ ഓവറോളും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംപ്രവൈസ് എക്സ്പെരിമെന്റിൽ 1ാം സ്ഥാനവും, ഗണിത ശാസ്ത്ര വിഭാഗത്തിൽ UPHS വിഭാഗത്തിൽ ഓവറോളും കരസ്ഥമാക്കി. സാമൂഹ്യ ശാസ്ത്ര വിഭാഗത്തിൽ UPHS വിഭാഗങ്ങളിൽ ഓവറോളും, IT മേളയിൽ UPHS വിഭാഗങ്ങളിൽ ഓവറോളും, പ്രവൃത്തി പരിചയമേളയിൽ UPHS HSS വിഭാഗങ്ങളിൽ മത്സരിച്ച 27 ഇനങ്ങളിൽ 1-2 സ്ഥാനങ്ങൾ നേടി. ഇവർ ജില്ലാതല മത്സരത്തിന് അർഹരാവുകയും ചെയ്തു. HS വിഭാഗത്തിൽ ഓവറോൾ സെക്കൻഡ് നേടുകയും ചെയ്തു. അക്ഷരമുറ്റം ജില്ലാതല മത്സരത്തിൽ HS HSS വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി സംസ്ഥാനതല മത്സരത്തിന് അർഹത നേടി. ഗവൺമെന്റ് സ്കൂളുകൾക്ക് തന്നെ മാതൃകയാവുകയാണ് അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത് ഒരു കുറ്റമായി കാണേണ്ടതില്ലെന്ന് കൊല്ലം അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S ചിത്ര അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ചിത്ര. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നതിനാൽ കുട്ടികൾക്ക് IAS നേടാൻ കഴിയില്ല എന്ന മിഥ്യാധാരണ ഉപേക്ഷിക്കണമെന്നും വലിയ ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിക്കുന്ന പുസ്തകപ്പുഴുക്കളായ വിദ്യാർത്ഥികൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നല്ല IAS എന്നും സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാണ് താൻ MBBS-ഉം IAS-ഉം നേടിയതെന്നും കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S ചിത്ര IAS പറഞ്ഞു. ഇതിനു വേണ്ടത് ചിട്ടയായ വിദ്യാഭ്യാസമാണ്. പത്രവായന ശീലമാക്കണം. ഇന്നത്തെ കുട്ടികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗകര്യമാണ് ഇന്റർനെറ്റ്. ഇത് വേണ്ട വിധം ഉപയോഗിക്കണമെന്നും ഡോക്ടർ S ചിത്ര IAS പറഞ്ഞു. സർക്കാർ സ്കൂളിൽ പഠിക്കുന്നത് ഒരു കുറവായിട്ടോ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിന് ഒരു വിഘാതമായിട്ടോ കാണേണ്ടതില്ല. കാരണം എൻ്റെ മനസ്സിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയായിരുന്നു അത്. അതായത് സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് വലിയ വലിയ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന പുസ്തകപ്പുഴുക്കളായിട്ടുള്ള കുട്ടികൾക്ക് മാത്രം സാധിക്കുന്ന ഒരു സ്വപ്നമാണ് സിവിൽ സർവീസ് എന്ന് എങ്ങനെയോ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ ഉറച്ചുപോയ ഒരു കാര്യമാണ്. ഞാനും സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ IAS ആവണം, കളക്ടർ ആവണം എന്നൊക്കെ മനസ്സിൽ തോന്നിയിരുന്നെങ്കിലും നിങ്ങൾക്കുള്ള ഒരു വലിയ സൗകര്യം അന്ന് എനിക്കുണ്ട്, എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. അത് ഇന്റർനെറ്റ് എന്ന ആ ഒരു മേഖലയാണ്. ലോകത്ത് എവിടെയുമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു മൗസ് ക്ലിക്കിൽ നിങ്ങളുടെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ എൻ്റെ പ്രായത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നമുണ്ടെങ്കിലും അതിന് എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള പഠനമാണ്, പ്രിപ്പറേഷനാണ് വേണ്ടത് എന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിവരം ശേഖരിക്കുവാനോ കുറച്ച് പുസ്തകങ്ങൾ, അതുപോലെ നാട്ടിലെ സ്കൂളിലെ അധ്യാപകർ, ഇവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളുടെ മുൻപിൽ അവസരങ്ങളുടെ ഒരു വലിയ ജാലകമാണ് തുറന്നിട്ടിരിക്കുന്നത്. അപ്പം അത് മുതലെടുത്ത് മാക്സിമം സ്വന്തം പേഴ്സണൽ പ്രോഗ്രഷനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഉന്നമനത്തിനുമായിട്ട് ഉപയോഗിക്കുക എന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. കൂടാതെ സാമൂഹ്യ സേവന രംഗത്ത് കുട്ടികൾ അവരുടെ കഴിവുകൾ തെളിയിക്കണമെന്നും ഇതിലൂടെ ഉന്നത സ്ഥാനത്തേക്ക് കടന്നുവരാൻ കാരണമാകുമെന്നും വിദ്യാർത്ഥികൾ സാമൂഹിക സേവനം ശീലമാക്കണമെന്നും ചിത്ര IAS അഭിപ്രായപ്പെട്ടു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കലോത്സവം 2015 ഉദ്ഘാടനത്തിൽ സംസാരിക്കവെയാണ് കുട്ടികൾക്കായി വിലപ്പെട്ട നിർദ്ദേശവും IAS നേടുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശവും അസിസ്റ്റന്റ് കളക്ടർ നൽകിയത്.
ന്യൂസ് ബ്യൂറോ അഞ്ചൽ. തെന്മല പഞ്ചായത്തിൽ പല വാർഡുകളിലും UDFും BJPയും വോട്ട് കച്ചവടം നടത്തിയതായി ആക്ഷേപം. ഇതുമൂലമാണ് UDFിന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതെന്നും UDF വിമതനായി മത്സരിച്ച R. സുമേഷ് ആരോപിച്ചു. തെന്മല പഞ്ചായത്തിലെ തേക്കിൻകൂപ്പ് വാർഡിൽ UDFും BJPയും വോട്ട് കച്ചവടം നടത്തിയതായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച സുമേഷ് ആരോപിച്ചു. വോട്ട് കച്ചവടത്തിലൂടെയാണ് LDFിന് വിജയം നേടാനായതെന്നും സുമേഷ് കുറ്റപ്പെടുത്തി. BJPക്ക് ഈ വാർഡിൽ നിന്നും 65 വോട്ട് ലഭിച്ചപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ഈ വാർഡിൽ നിന്നും 120 വോട്ട് ലഭിച്ചത്രേ. ബാക്കിയുള്ള വോട്ടുകൾ LDFിനായി കച്ചവടം നടത്തിയതായാണ് സുമേഷിന്റെ ആരോപണം. UDF സ്ഥാനാർത്ഥി കിട്ടിയത് വെറും 59 വോട്ടുകളാണ്. BJP സ്ഥാനാർത്ഥി അവിടെ വാർഡിൽ നേടിയത് 65. പക്ഷെ അവർക്ക് ബ്ലോക്കിലേക്ക് മത്സരിച്ച BJPയുടെ പ്രതിനിധി 120 പരം വോട്ടുകൾ കരസ്ഥമാക്കുകയും വാർഡിലെ ബാക്കി 60ഓളം വരുന്ന വോട്ടുകൾ വാർഡിൽ 59ഉം അത്തരത്തിൽ വോട്ട് വിൽപ്പന നടത്തിക്കൊണ്ടാണ് എന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ എന്നെ പരാജയപ്പെടുത്തിയതിൽ വോട്ട് കച്ചവടം തന്നെയാണ്. ലക്ഷങ്ങളാണ് മുടക്കി എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതിലൂടെ എനിക്കൊരു വിഷമവുമില്ല. സത്യത്തിൽ പൊതുജനങ്ങളായ സത്യസന്ധരായ സമ്മതിദായകർ ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ ഒരു സാമ്പത്തിക മേടിച്ചിട്ട് വോട്ട് ചെയ്യാതെ തന്നെ അന്തസ്സായിട്ടുള്ള പൊതുജനങ്ങളാണ് എനിക്ക് വോട്ട് രേഖപ്പെടുത്തി എന്നെ ഈ 2ാം നിരയിൽ എത്തിച്ചിരിക്കുന്നത്. UDFും ഇത്തരത്തിൽ വോട്ട് കച്ചവടം നടത്തിയതായി സുമേഷ് ആരോപിച്ചു. വോട്ട് കച്ചവടത്തിലൂടെയാണ് പല വാർഡുകളിലും UDF സ്ഥാനാർത്ഥികൾ തോറ്റതെന്നും ഇതുമൂലമാണ് പഞ്ചായത്ത് ഭരണം UDFിന് നഷ്ടമായതെന്നും സുമേഷ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 9745 201088. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്യാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ
ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475 2271341, 2271342, 2271343. കേരള ഫാഷൻ ജുവലറി പത്തനാപുരം ദീപാവലി സ്പെഷ്യൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നവംബർ 5 മുതൽ 21 വരെ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 250 രൂപ അധികം നൽകുന്നു. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ തൂക്കത്തിൽ കുറവ് വരാതെ മാർക്കറ്റ് വിലയേക്കാൾ 250 രൂപ നേടിക്കൊണ്ട് പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാ ഒരു സുവർണാവസരം. കൂടാതെ ദീപാവലി നാളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പണിക്കൂലി തികച്ചും സൗജന്യം. ഈ ഓഫർ ദീപാവലി ദിവസത്തേക്ക് മാത്രം. കേരള ഫാഷൻ ജുവലറി പത്തനാപുരം. പത്തനാപുരത്തിന് പത്തനമാറ്റിന്റെ പൊൻതിളക്കവുമായി കേരള ഫാഷൻ ജ്വല്ലറി പത്തനാപുരം. സംശുദ്ധ 916 സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ കലവറ. കേരള ഫാഷൻ ജുവലറി പത്തനാപുരം. പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ സമയത്ത് ടിപ്പർ ലോറികൾ സർവീസ് നടത്തരുത് എന്ന ഹൈക്കോടതി ഉത്തരവിന് പരസ്യമായ ലംഘനം. ചിതറയിലാണ് ടിപ്പർ ലോറികൾ നിയമലംഘനം നടത്തുന്നത്. ചിതറയിലാണ് ടിപ്പർ ലോറികൾ നിയമലംഘനം നടത്തുന്നത്. രാവിലെ 9 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും ടിപ്പർ ലോറികൾ നിരത്തിൽ ഇറക്കരുത് എന്നാണ് ഉത്തരവ്. എന്നാൽ ചിതറയിൽ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ടിപ്പർ സർവീസ് നടക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു പരിശോധനയും ഇവിടെ നടക്കുന്നില്ല. സ്കൂളിന് ഏതാനും മീറ്റർ അടുത്തായി വളവിൽ റോഡിന് ഇരുവശവും ടിപ്പർ ലോറികൾ പാർക്ക് ചെയ്യുന്നത് കുട്ടികൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനും തടസ്സമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചിറ്റാശ്ശേരി വാർഡിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ KR സുരേഷ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തലവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിറ്റാശ്ശേരി വാർഡിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ചിറ്റാശ്ശേരി വാർഡ് മെമ്പർ KR സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് ഇവിടെ പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മരണം അടുത്ത ദിവസങ്ങളിൽ ഇവിടെ 47 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് എലിപ്പനി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുകയും അതിനുള്ള മെഡിക്കൽ റിപ്പോർട്ട് വരികയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായിട്ട് ചിറ്റാശ്ശേരി വാർഡിൽ ഇത്ര ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള ആൾക്കാരെ എലിപ്പനി അല്ലെന്നുണ്ടെങ്കിലുള്ള പകർച്ചവ്യാധികളെ മറ്റുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ജനങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തോടുകൂടി നടപ്പാക്കുന്നതിനുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നെടുവന്നൂർ ചിറ്റാശ്ശേരി വാർഡുകളിലെ 2 ഭാഗങ്ങൾ ചേർത്താണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ എല്ലാ ഒരു നല്ല രീതിയിലുള്ള സഹകരണമാണ് ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ KR സന്തോഷ് കുമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. നെടുവന്നൂർ വാർഡ് മെമ്പർ ഷീന മുരളി മുഖ്യാതിഥിയായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ് കുമാർ, വിജയൻ പിള്ള, നഴ്സുമാരായ സബീന, ടാസ് ബീഗം, ലിസിക്കുട്ടി, ആശാപ്രവർത്തകർ ശ്രീജ, ലിജ, ബിനു തുടങ്ങിയവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ LDF വൻ നേട്ടമുണ്ടാക്കിയതായി അഡ്വക്കേറ്റ് K. രാജു MLA. ലൈവ് വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് MLA പ്രതികരിച്ചത്. കരവിരുതിൽ വിസ്മയം തീർത്തു കുരുന്നുകൾ. കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിലാണ് കുരുന്നുകൾ വിസ്മയം തീർത്തത്. തെന്മല പഞ്ചായത്തിൽ UDFും BJPയും വോട്ട് മറിച്ചതായി UDF റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട R. സുമേഷ്. ഇതുമൂലമാണ് പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടപ്പെട്ടതെന്നും സുമേഷ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.